വയനാട് നിന്നും 30 കിലോമീറ്റർ അകലെയാണ് അരണമല എന്ന ഈ കാട് സ്ഥിതി ചെയ്യുന്നത്. വാക്കുകളിലൂടെയോ അല്ലെങ്കിൽ ദൃശ്യങ്ങളിലൂടെയോ ഇതിൻ്റെ ഭംഗിയൊന്നും എടുത്തു കാണിക്കാൻ കഴിയുന്നതല്ല. അത് നിങ്ങളിവിടെ വന്ന് എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒന്ന് തന്നെയാണ്. കടുവയും പുലിയും ആനയും വിവിധ തരം പക്ഷികളും ഉള്ള കാട്. ഈ കാടിൻ്റെ ഉള്ളിലാണ് ജംഗിൾ ക്ലബ് അഡ്വഞ്ചർ എന്നൊരു അടിപൊളി സ്റ്റേ ഉള്ളത്. കൊടും കാടിലൂടെ ജീപ്പ് സഫാരി ചെയ്ത് വേണം നമ്മൾ നമ്മുടെ ലൊക്കേഷനിൽ എത്താൻ വേണ്ടി. ആൻഡ് ഇഫ് യു തിങ്ക് ദിസ് ഇസ് എ ലക്ഷറി സ്റ്റേ, യു ആർ റോങ്. ദിസ് ഇസ് ആക്ച്വലി എ വൈൽഡ് സ്റ്റേ. Away from the crowd, away from the office, away from the pollution, it's an escape. And it's all about finding peace. ഒരിക്കലും മറക്കാൻ കഴിയാത്ത 3 ദിവസങ്ങളാണ് അരണമല എനിക്ക് സമ്മാനിച്ചത്. ആ 3 ദിവസങ്ങളാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ സമയം ഇപ്പം 6 മണി കഴിഞ്ഞ് ഒരു 30 മിനിറ്റ് 6:30 ആയെന്ന് തോന്നുന്നു അല്ലേ. അപ്പോൾ നമ്മളിന്ന് ഇപ്പം ആലുവയിലാണ് നിൽക്കുന്നത്. ആലുവ പാലമൊക്കെ കഴിഞ്ഞ് തൊട്ടിപ്പുറത്താണ് നമ്മൾ നിൽക്കുന്നത്. നമ്മളിപ്പോൾ പോകുന്നത് എങ്ങോട്ടാണ്? വയനാട്ടിലേക്കാണ് പോകുന്നത്. ജംഗിൾ അഡ്വഞ്ചർ ക്ലബ് അവിടേക്കാണ് നമ്മൾ പോകുന്നത്. നമ്മളിപ്പോൾ പോണ വണ്ടി എന്ന് പറഞ്ഞാൽ നമ്മൾ 3 വണ്ടിയുണ്ട്. ഒരു ഹിമാലയൻ ഉണ്ട്, ഒരു എക്സ്പൾസ് വരുന്നുണ്ട്. വിക്കിത്തൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്, ഇതുവരെ എത്തിയിട്ടില്ല. എപ്പോഴും ലേറ്റാണ്. പക്ഷേ നമ്മുടെ ഷിറാസ് കളരിക്കൽ ഹോണ്ടയുടെ ഹൈനസിലാണ് വന്നേക്കുന്നത്. വണ്ടി ഞാൻ കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ വണ്ടി. എപ്പോഴാണ് ഡെലിവറി? എപ്പോഴായിരുന്നു? ഫസ്റ്റ് ഡെലിവറി ആയിരുന്നോ? ഫസ്റ്റ് ഡെലിവറി അല്ല, നമ്മളത് 11ാമത്തെ വണ്ടി. 11ാമത്തെ വണ്ടിയാണല്ലേ. ഏത് ഷോറൂമിൽ നിന്നാണ് എടുത്തത് നമ്മൾ? ബിഗ് വിങ് EVM. ഇത് ഫുൾ ഓപ്ഷൻ അല്ലേ, എല്ലാ ഫീച്ചേഴ്സും ഉള്ള കൂടിയതല്ലേ. സോ അപ്പോൾ ഇതാണ് വണ്ടി. അപ്പോൾ ഈ വണ്ടി നമ്മളൊപ്പം കോഴിക്കോട് വരെ ഉണ്ട്. എങ്ങനെയുണ്ട് ഓടിച്ചിട്ടുള്ള എക്സ്പീരിയൻസ്? എങ്ങനെയുണ്ട്? അടിപൊളിയാണ്, നല്ല റെസ്പോൺസ്. എനിക്ക് ഓടിക്കാൻ തരുമോ? പിന്നെ തീർച്ചയായും. സോ ഇതാണ് നമ്മുടെ വണ്ടി. വണ്ടിയുടെ ഔട്ട്ലുക്ക് ഒന്ന് നമുക്ക് നോക്കാം. ആഷിഫ് നമ്മുടെ ഒപ്പം ട്രിപ്പിനുണ്ട്. കാണാൻ അടിപൊളി ലുക്കായിട്ടുണ്ട്. ഒരു റെട്രോ ലുക്ക് ഫീല് വണ്ടിക്ക് വരുന്നുണ്ട്. ആൻഡ് നല്ലൊരു സൺറൈസ് ഒക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ നമുക്ക്. ആലുവയിലെ സൺറൈസ് നമ്മൾ കുറേ കണ്ടിട്ടുള്ളതാണ്. എന്നാലും വിക്കിയെ നോക്കി വെയിറ്റിംഗ് ആണ്. വിക്കിയെ കാണുന്നില്ല. വിക്കിയും ഷാഹിദും വരുന്നുണ്ട്, ഇതുവരെ എത്തിയിട്ടില്ല. ഈ വണ്ടി ഓടിക്കാൻ കൊതിയാവുന്നു വല്ലാണ്ട്. സെൽഫിയാണോ? അപ്പോൾ നമ്മളൊരു സെൽഫിയൊക്കെ എടുക്കാൻ പോവാണ്. ഓക്കെ, നമ്മൾ തുടങ്ങുമല്ലേ. ഇനി അങ്ങോട്ട് മുഴുവൻ സെൽഫിയാ. നീണ്ട കാത്തിരിപ്പിന് ശേഷം അവർ എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. പോവാം, നമുക്ക് പോവാം. എന്താ പറ്റി? ഓക്കെ, എന്ത് പറ്റി വൈകിയത്? എന്നെ പ്രേരിപ്പിച്ചു. ഓക്കെ, നമ്മളിപ്പോൾ ചാവക്കാട് എത്താറാവുന്നു. ചാവക്കാട് ഇവിടെ നിന്നൊരു 6 കിലോമീറ്റർ ഉണ്ട്. ചേറ്റുവ എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ്. നമ്മളൊന്ന് ചായ കുടിക്കാൻ വേണ്ടി വന്നതാണ്. ഷായത് എങ്ങനെയുണ്ട് ചായ? എൻ്റെ ചായ എത്തിയ ചായ കുടിക്കണോ? വേറെ എന്തെങ്കിലും പറയാനുണ്ടോ ചായയെ കുറിച്ച്? ചായ നല്ലതാണെന്ന്. റൈഡ് എങ്ങനെ ഉണ്ടായിരുന്നു ഇവിടം വരെ? ഓക്കെ, രാമനാട്ടുകര ബൈപ്പാസാണ് എത്തിയേക്കുന്നത്. വളരെ ശോകം റൈഡായിരുന്നു അല്ലേ. നല്ല വെയിലും നല്ല ചൂടും ഒക്കെ ആയിരുന്നു. അതുകൊണ്ട് ഭയങ്കര എൻജോയ് ചെയ്യാനൊന്നും പറ്റിയില്ല. അതുകൊണ്ട് നമ്മൾ ഗോപുരം ഒക്കെ ഉള്ളിൽ വെച്ചു. ഇനി കുറച്ചു നേരം കഴിഞ്ഞാൽ വയനാട് ചുരത്തിലേക്കായിരിക്കും കയറുന്നത്. അപ്പം വേറെ മൂഡായിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു.
ഇതുവരെ ഒരു രസമില്ലായിരുന്നു, എന്ത് കുണ്ടും കുഴിയാണ്. ഇനി നോക്കാം എന്താ അവസ്ഥയെന്ന്. സോ ഗൈസ്, നമ്മളപ്പം ഇന്നലെ തുടങ്ങിയ റൈഡാണ്. ഇന്നലെ തുടങ്ങുന്ന വഴി നമ്മൾ കുറച്ചെടുത്ത് കഴിഞ്ഞിട്ട് പിന്നീട് അങ്ങോട്ട് എടുക്കാൻ തോന്നിയില്ല. കാരണം ക്ലൈമറ്റൊക്കെ വളരെ ശോകമായിരുന്നു, ഭയങ്കര വെയിലായിരുന്നു. ആൻഡ് ഈ സിറ്റിയുടെയും ട്രാഫിക്കിൻ്റെ ഇടയിലുള്ള റൈഡിങ് ഒക്കെ കുറച്ച് ബോറിംഗ് ആയിരുന്നു. പക്ഷേ വയനാട് എത്തിയപ്പോഴും വലിയ ഭംഗിയും ലൈക്ക് മഴയും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെയാണ് നമ്മൾ ഈ മേപ്പാടിയിൽ നമ്മുടെ അരണമല എന്ന് പറഞ്ഞ ഇവിടെ ജംഗിൾ ക്ലബ് അഡ്വഞ്ചറിൻ്റെ അരണമല എന്ന് പറഞ്ഞ റിസോർട്ടിലേക്ക് വരുന്നത്. ഒരു ജീപ്പ് ട്രയൽസാണിത്. ജീപ്പ് ട്രയൽസ് ആണ്. ഈ ട്രയൽസിൽ കൂടെയാണ് നമ്മൾ ഇന്നലെ വന്നത്. അതൊക്കെ ഞാൻ പിന്നീട് കാണിക്കാം. ആൻഡ് ദിസ് റിസോർട്ട് ഇസ് എ മൈൻഡ് ബ്ലോയിങ് എക്സ്പീരിയൻസ് ഫോർ മീ. അപ്പം ഇന്നലെ രാത്രിയൊക്കെ ഇവിടെ എൻജോയ് ചെയ്തിട്ട് ഇപ്പോൾ രാവിലെ ഒന്ന് സൺറൈസ് ട്രക്കിന് ഇറങ്ങിയതാണ്. വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഞാൻ പറയാം. ആൻഡ് ലെറ്റ്സ് സീ, നമുക്കിപ്പം ഒന്ന് നടന്നു നോക്കാം. അതിൻ്റെ ഇവിടുത്തെ കാര്യങ്ങളും എങ്ങനെയാണ് അവസ്ഥ എന്ന് നമുക്ക് നോക്കാം. ആൻഡ് ഇപ്പം സമയം ഇപ്പം എത്ര ഓൾമോസ്റ്റ് 6 മണിയെങ്ങാണ്ട്, 6-6:30 സൺറൈസൊക്കെ വന്ന് അടിപൊളി ഒരു പെർഫെക്റ്റ് മൂഡിലാണ് ഇപ്പോൾ ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഒന്ന് ട്രക്ക് ചെയ്യാൻ വേണ്ടി ഇറങ്ങിയതാണ്. അപ്പോൾ നമുക്ക് ട്രക്കിംഗ് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നോക്കാം. എന്നിട്ട് ബാക്കി ഇന്നലെ നടന്ന കാര്യങ്ങളും അതേപോലെ ഇനി നടക്കാൻ പോകുന്ന കാര്യങ്ങളും എല്ലാം നമുക്ക് നോക്കാം. നെഞ്ചിലേ കാവലേ കൈ. ഇപ്പൊ മേളിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. അതിരാവിലെ മോർണിംഗ് ട്രക്കാണ്. അല്ലെ വിക്കി, എന്താണ് വിഷയം കേട്ടു എന്തോ. അപ്പൊ ഇനി എന്താണ് ഉള്ളത്? നമ്മള് മേളിലേക്ക് കയറുവാണോ? മേളിലേക്ക് കയറിയിട്ട് മേത്തുള്ളൊരു നൈസ് റൂട്ട് ഉണ്ട്. അതെ, ഇതാണ് ഈ പുള്ളിയാണ് നമ്മള് ഇവനാണ് ഫുള്ള് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത്. ഇവനാണ് നമ്മളെ ഇവിടേക്ക് ഇൻവൈറ്റ് ചെയ്തത്. ദിസ് ഇസ് റോഷൻ. റോഷ, ഇതിനെ കുറിച്ച് 2 വാക്കുകൾ എന്താണ് പറയാനുള്ളത്? ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളൊരു വെറൈറ്റി ആയിട്ട് ഇവിടെ അരണമല എന്നൊരു സ്ഥലമുണ്ട് വയനാട്. ആരും അങ്ങനെ കേട്ട് പരിചയമില്ലാത്ത സ്ഥലമാണ്. ആ സ്ഥലത്താണ് നമ്മളിപ്പോ നിൽക്കുന്നത്. അതെ, ആ സ്ഥലത്താണ് നമ്മളിപ്പം നിൽക്കുന്നത്. അപ്പം ഞങ്ങള് ജംഗിൾ ക്ലബ് അഡ്വഞ്ചേഴ്സ് എന്നൊരു ഫേമാണ്. ഞങ്ങൾക്ക് ഇതേപോലെ 2-3 സ്ഥലങ്ങളുണ്ട്. അപ്പൊ ഇനി നമ്മൾ ബാക്കി സ്ഥലങ്ങളിലേക്ക് എന്നാ പോകുന്നത്? നാളെ നമ്മള് 900 പോവാണ്. പൊളിക്കും. പിന്നെ മറ്റന്നാള് വൈത്തിരി എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. ഓക്കെ, വിക്കണനൊക്കെ അറിയാം, മൂപ്പര് മുമ്പ് വന്നിട്ടുള്ള സ്ഥലമാണ്. അതെ, തീർച്ചയായിട്ടും അത് മൂഡ് സ്പോട്ടാണ്. അതെ. അപ്പൊ ഞാനിത് എന്റെ വയനാട് ഫസ്റ്റ് ട്രിപ്പ് അല്ല, സെക്കൻഡ് ട്രിപ്പാണ്. വയനാടൊന്നും അത്ര അടിപൊളിയല്ല, തല്ലിപ്പൊളിയാണെന്നൊക്കെ കരുതിയിരുന്ന എനിക്കൊരു എക്സ്പീരിയൻസ് ആണ്. പക്ഷെ വയനാട് ചുമ്മാ വന്നു കഴിഞ്ഞാൽ മനസ്സിലാവില്ല കേട്ടോ അതിന്റെ ഫീല്. അത് ഇങ്ങനത്തെ ഉള്ള ഏരിയയിലേക്ക് വന്നു കഴിഞ്ഞാലേ മനസ്സിലാവുള്ളൂ. ഇന്നലെ വന്നപ്പോ തന്നെ വയനാടിന്റെ ചൂടും വരവൊക്കെ ഉണ്ട്. കാണിക്കാം. പിന്നെ ഇങ്ങോട്ടുള്ള ജീപ്പ് ട്രയൽസ്, മാൻ, അത് ഒരു രക്ഷയില്ലാത്ത ട്രയൽസ്. ഇതുവഴി പണ്ട് നമുക്ക് ബൈക്സിലൊക്കെ വരായിരുന്നെന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷെ ഇവിടത്തെ നമ്മുടെ ബൈക്കേഴ്സിന്റെ കാര്യം കൊണ്ടും നമ്മുടെ നാട്ടുകാരുടെ കാര്യം കൊണ്ടും എല്ലാം കൊണ്ടും ഇപ്പൊ ബൈക്സ് ഒന്നും ഇവിടെ അവരവിടെയല്ല. കാരണം ബൈക്കേഴ്സ് ഇവിടെ വന്നിട്ട് ഈ ഒരു ജീപ്പിന്റെ ഓഫ് റോഡ് അതൊന്ന് എക്സ്പീരിയൻസ്. ഇത് ജീപ്പിൽ വരുന്നത് വേറൊരു എക്സ്പീരിയൻസ് ആട്ടോ. ഇങ്ങനെ ഒരു ടഫ് ട്രയൽസ് നമുക്ക് ബൈക്കിൽ ഇവിടുത്തെ മെയിൻ അതായിരിക്കും ഞങ്ങൾ എടുത്ത് കാണിക്കാൻ പോകുന്നത്. തന്നെ ജീപ്പ് ട്രയൽസ് ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല ഗൈസ്, അല്ലേ? അപ്പൊ നമുക്ക് ബാക്കി നോക്കാം, എന്താ കാര്യങ്ങൾ, എന്താ അവസ്ഥ എന്താണെന്ന് നോക്കാം. നമുക്ക് വിട്ടാലോ, നേരെ നടന്നാലോ? നമ്മുടെ ഏത് അരണമല വ്യൂ പോയിന്റ് എന്നാണോ വ്യൂ പോയിന്റിന്റെ പേര്? വ്യൂ പോയിന്റ് അങ്ങനെ പറയും. ഇനി നമ്മൾ അതിന്റെ പേര് അരണമല വ്യൂ പോയിന്റ് എന്നാണ്. ഓക്കെ, നമുക്കെന്നാ വ്യൂ പോയിന്റിന്റെ അവിടേക്ക് നടക്കാം. ഇവിടെ എല്ലാം പൊളിയാണ്. പൊളിയാകാത്ത ഒരു സാധനം മാത്രമേ ഉള്ളൂ. അതെന്താ വിക്കി? അട്ട ഇവിടെ കുറച്ച് സീനാണ്. നല്ല കേറി വന്നതിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങളാണ് കേട്ടോ. അത് ശരീരം അങ്ങനെയാണ്. തലമുറകള് നല്ല രീതിയിൽ ആരോഗ്യം ശ്രദ്ധിക്കണം. ആരോഗ്യം ശ്രദ്ധിച്ചില്ലെങ്കിൽ ഇങ്ങനെ എന്നുള്ള സീൻ വരും. അപ്പം നിങ്ങൾ വരുമ്പോ ഇവിടെ സാനിറ്റൈസർ വളരെ ഒരു ലോഡ് സാനിറ്റൈസർ സാനിറ്റൈസർ എടുക്കുന്ന നന്നായിരിക്കും. അല്ലെങ്കിൽ കാല് മുഴുവൻ അറിയത്തില്ല. ഒന്നാമത്തെ കാര്യം, ചോര വരുമ്പോഴായിരിക്കും കാര്യങ്ങൾ മനസ്സിലാവുന്നത്. ഒരടി അടിച്ചാൽ അട്ട പറക്കും. സാനിറ്റൈസറിന്റെ പരസ്യമല്ല കേട്ടോ. അതല്ല കേട്ടോ. എന്നാലും നമ്മളൊരു സാനിറ്റൈസർ ഉപയോഗിക്കുന്നുണ്ട്. അതിന്റെ പേര് ഞങ്ങൾ പിന്നീട് വെളിപ്പെടുത്താം.
ട്രക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇനി നമ്മൾ നമ്മുടെ സ്റ്റേ ചെയ്യുന്ന സ്ഥലത്തേക്ക് പോവാണ്. ഇവിടെയാണ് സ്റ്റേ. കാടിൻ്റെ ഉള്ളിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വനുള്ളിലാണിത് സിറ്റുവേറ്റ് ചെയ്തേക്കുന്നത്. ആൻഡ് ഇവിടെ നമുക്ക് ഡോർമെറ്ററീസ് ഉണ്ട്. കുറച്ച് അപ്പുറത്തെ സൈഡിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് ക്യാമ്പ് സ്റ്റേ ഉണ്ട്. നമുക്ക് ചൂസ് ചെയ്യാം ഏത് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ. ഞങ്ങൾ ഇന്നലെ ഭയങ്കര മഴയും പിന്നെ അതേപോലെ കട്ടയൊക്കെ ആയതുകൊണ്ട് നമ്മൾ ഡോമിറ്ററിയിലാണ് കിടന്നത്. പിന്നെ അത്ര ക്ഷീണം ഉണ്ടായിരുന്നു. ക്യാമ്പ് വരെ നടന്ന് അവിടെയൊക്കെ പോയി. അവിടെ വാട്ടർഫോൾസ് ഒക്കെ ഉണ്ട്, അതെല്ലാം ഞാൻ കാണിച്ചു തരാം. നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് ആദ്യം പോവാം. ഇവിടെ നല്ല ക്യാരംസ് കളിയാണ്. അജിബേ, എന്താണ് അവസ്ഥ? ഷാഹിദ് എന്താ രാവിലെ എഴുന്നേക്കാന്? എണീക്കാൻ കുറെ ശ്രമിച്ചു, പക്ഷെ നടന്നില്ല. എല്ലാരും വിളിച്ചോണ്ട് കളിക്ക് വിക്കി ചെയ്യുന്നിട്ട് വന്നിട്ടുണ്ടായിരുന്നു. എനിക്കറിയില്ല ബ്രോ, ഞാൻ കളിക്കാറില്ല. ശ്രീലാൽ ഇരിക്കുന്ന കമോൺ ശ്രീലാൽ, കളിക്കുന്നുണ്ടോ? ഞാൻ പല്ലേക്കട്ടെ. സോ ബ്രേക്ക്ഫാസ്റ്റ് ആണ്. ബ്രെഡും പപ്പടും പൊളി മൂട്. നമുക്കെന്തിനാ പുട്ടുണ്ടല്ലോ, പുട്ടിൻ പൊടിയുണ്ടല്ലോ. പറക്കി പുട്ടിന്റെ പൊടിയേ വാ. അപ്പൊ എല്ലാരും പുട്ടേക്കൂ. ബാക്കി പാടു കേക്കട്ടോ. മഞ്ജു പാട്ടോടി. പുട്ടിന്റെ പൊടിയേ വാ, വാ വാ പുട്ടേ വാ, പുട്ടുണ്ടെങ്കിൽ പിന്നെന്താ. വാ വാ പുട്ടേ വാ, പുട്ടിന്റെ പൊടിയേ വാ. വാ വാ പുട്ടേ വാ, പുട്ടുണ്ടെങ്കിൽ പിന്നെന്താ. അല്ല ഉള്ളിന്റെ നന്മ വേണം, പ്രളയം കലാപവും നാമൊക്കെ എന്തിനാ. ല്ലോ ഒരു വാട്ടർഫോൾ ട്രക്ക് ചെയ്യാണ്. നമ്മളൊരു വാട്ടർഫോൾസിലേക്ക് പോവാണ്. ഇവിടുന്ന് കുറച്ച് ദൂരം ഉണ്ടെന്നാണ് പറയുന്നത്. എന്താണ് ബ്രോ, എന്താണ് നമ്മളിപ്പോൾ എവിടെ എത്തിയത്? ഇത് ചെറുത്, ഇനി വരാൻ കിടക്കുന്നേ ഉള്ളൂ. ഓ ആശിഫ, ഈ ഇവിടെ വന്നിട്ട് നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എന്താണ്? ഇവിടുത്തെ അട്ടയാണോ? അല്ല, ഒരു ലോഡുണ്ട്. പിന്നെ ഇവിടുത്തെ ആംബിയൻസ് ഒരു രക്ഷയില്ല, വെറുതെ വീട്ടിലാണ്. ആണോ? ഇതിൽ ഫുഡ് എങ്ങനെ ഉണ്ടായിരുന്നു? രാത്രി ഞെട്ടിച്ച് കളഞ്ഞു ശരിക്കും പറഞ്ഞ. എങ്ങനെ ഉണ്ടായി? എല്ലാവരും ഞാനും യാസീനും 3-4 സ്ഥലത്ത് പോയിട്ടുണ്ടെങ്കിലും എല്ലായിടത്തും എന്തെങ്കിലുമൊക്കെ തന്നു പറ്റിക്കലാണ്. പക്ഷെ ഇതെന്ന് പറഞ്ഞാൽ അതിനൊരു ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും ചെയ്യുന്നുണ്ട്. വളരെ അടിപൊളി ഫുഡ്. പൊളിയായിരുന്നു. എന്തൊക്കെയായിരുന്നു നമുക്ക് ഉണ്ടായിരുന്നത്? നമുക്ക് രാത്രി ഗീ റൈസ് ഉണ്ടായി, ചിക്കൻ കറി ഉണ്ടായി, നല്ല വയനാടൻ ചിക്കൻ കറി, പിന്നെ നല്ലൊരു പൊളി ബീഫ് ഫ്രൈ ഉണ്ടായി. ബീഫ് ഫ്രൈ അല്ല, ചിക്കൻ ഫ്രൈ അല്ല, ചിക്കൻ ഫ്രൈ ഉണ്ടായി. അതൊരു രക്ഷയില്ലായിരുന്നു കേട്ടോ, അത് വേറെ മൂഡായിരുന്നു. അതെ 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 അതെ, മറ്റേ പപ്പടം സവാളയൊക്കെ ഇട്ട് മിക്സ് ചെയ്തിട്ടൊരു സാധനം. അതന്നെ. പിന്നെ ബീഫ് റോസ്റ്റ്. ഓക്കെ, പിന്നെ അതിന്റെ ചപ്പാത്തി. ഓക്കെ, അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പൊ നമുക്ക് നേരെ നടക്കാല്ലേ? യെസ്, ലെറ്റ്സ് ഡു ഇറ്റ് മാൻ, ലെറ്റ്സ് ഗോ. അട്ട ഉണ്ടോന്ന് മാത്രം നോക്കിയാൽ മതി, വേറെ ഒരു സീനും ഇല്ല ഇവിടെ. എന്താ പറയടാ? വാ, ഞാൻ നിന്റെ ഒരു സ്ലോ മോഷൻ വീഡിയോ എടുക്കാനായിരുന്നു. എന്റെ സ്ലോ മോഷൻ? ഇത് ഫുൾ സ്ലോ മോഷൻ ആടാ. ഇത് ഇപ്പൊ സ്ലോ മോഷൻ വരുന്ന കേട്ടോ. Sit on the seashore and you hear the waves going in and out and you don't stop to think. It's always you. No
Only you see you have this marvelous capacity to transform yourself. Therefore you keep surprising us. And therefore you keep on doing it. It's just exactly that opposite condition. ഒരു വാട്ടർഫാൾസ് ഉണ്ട്. ആ വാട്ടർഫാൾസ് എന്താണെന്നൊന്ന് പോയി കണ്ടിട്ട് വരാം. ഭയങ്കര ചില്ലിങ് സ്പോട്ടാണെന്നാണ് കേട്ടത്. നമ്മുടെ ഹായ് ബ്രോ, വാട്ട്സ്ആപ്പ്. യാസിനുണ്ട് എൻ്റെ ഇവിടെ. യാസിനും നമ്മളെ കൂടെ ഗോപ്രോയും ഉണ്ട്. ഹീറോ 8 ആണ്, ഹീറോ 9 വരുന്നുണ്ട്, ഓൺ വേ ആണ്. അപ്പം ഞങ്ങൾ രണ്ടുപേരും വീഡിയോ ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അതെ, ഞങ്ങൾ ഇനി മുതൽ കുറച്ച് വീഡിയോസ് ഇനി ഇതേപോലെ ഇറക്കുന്നുണ്ട്. വേറെ ലെവൽ എക്സ്പീരിയൻസ്. കൊടുങ്കാട്ടിലൂടെയുള്ളൊരു നടപ്പാതയിലൂടെ നടന്നു നീങ്ങുകയാണ് ഞാനും ആഷിഫും ഷാഹിദും. ഇതൊന്നും വാക്കുകളിലൂടെ പറയാനും കഴിയില്ല. വാക്കുകൾക്കൊന്നും സത്യത്തിൽ ഇവിടെ കാര്യമില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിന് പ്രസക്തിയില്ല. You have to come here. You have to come here to feel it, to experience it and to understand it. കയറിയതുപോലെ തന്നെ ഇറങ്ങണം, പക്ഷെ പെട്ടെന്ന് ഇറങ്ങാൻ പറ്റുമെന്ന് തോന്നുന്നു അല്ലേ? ഓക്കെ, അതെ. നമ്മളിപ്പോൾ താഴെ എത്താറായി നടന്ന് ആൻഡ് ഇപ്പോൾ ആകെ ഒരു ഒറ്റ വികാരമേ ഉള്ളൂ അല്ലേ ആഷിഫേ? എന്താ വികാരം? ഫുഡ് കഴിക്കണം. ഇവിടെ എന്തായാലും ഇവിടുത്തെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ഫുഡാണ്. ഇന്നലെ രാത്രി കഴിച്ച ചിക്കൻ്റെ ടേസ്റ്റ് ഇപ്പോഴും വായിന്ന് പോയിട്ടില്ല. രാത്രി നെയ്ച്ചോറ്, ചപ്പാത്തി, ചിക്കൻ ചിക്കൻ പപ്പടമൊക്കെ ഇട്ടിട്ട് സവാളയൊക്കെ ഇട്ടിട്ട് ഫ്രൈ ചെയ്തൊരു വെറൈറ്റി സാധനം, ഒരു രക്ഷയില്ലായിരുന്നു. പിന്നെ ബീഫ് ഫ്രൈ ആണോ ബീഫ് റോസ്റ്റ് ആയിരുന്നു? ബീഫ് റോസ്റ്റ്. പിന്നെ നമ്മുടെ വയനാട് ചിക്കൻ കറി, അങ്ങനെ കുറേ സാധനങ്ങളുണ്ടായിരുന്നു കേട്ടോ നല്ല കഴിക്കാൻ. രാവിലെ ആണെങ്കിലും ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നെങ്കിലും പറയുമ്പോൾ തന്നെ വെള്ളം വരുന്നത് അതിൽ. പുട്ടും കടലയും അതേപോലെ ബ്രെഡും ജാമും. പിന്നെ ചിലർ പുട്ടും ജാമും ഒക്കെ ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു. അതിൻ്റെ ഒപ്പം നല്ല ചൂട് കട്ടനും. അത് കഴിഞ്ഞിട്ടാണ് നമ്മളിപ്പം ഇവിടെ കുളിക്കാനൊക്കെ പോയത്. ഇത് വേറൊരു മൂഡാണ്, ഇത് വേറൊരു സ്ഥലമാണ്. നമ്മുടെ ഇടുക്കി പോലത്തെ ഒരു സ്ഥലം അല്ലല്ലേ, ഇടുക്കിയുടെ വൈബ് അല്ല ഇവിടെ. ഇവിടെ നിൽക്കുമ്പോൾ മനസ്സിലാവുന്നുണ്ട് ഇത് ഇടുക്കിയല്ല, ഇത് വേറെ ഏതോ സ്ഥലമാണ്. ഇത് പക്ഷേ പൊടി എന്ന് പറഞ്ഞാൽ 1.5 പൊടിയാണ്. വയനാട് ഞാനധികം എക്സ്പ്ലോർ ചെയ്തിട്ടില്ല. വയനാട് കഴിഞ്ഞ വർഷം കൂക്സ് അഡ്വഞ്ചറിൽ വന്ന അല്ലാണ്ട് കൂടുതൽ വയനാട് യാത്രകളൊന്നും ഞാൻ ചെയ്തിട്ടില്ല. വയനാടേക്ക് ഇങ്ങോട്ട് വരാൻ ഇച്ചിരി ശോകമാണ്. ഈ കോഴിക്കോടും അതേപോലെ നമ്മുടെ മലപ്പുറം, അതാണ് എന്നെ എപ്പോഴും ഈ ഇതിൽ നിന്നൊക്കെ പിന്തിരിപ്പിക്കാറ്. പക്ഷെ വയനാട് എത്തിക്കഴിഞ്ഞാൽ വേറെ സീനാണ്. ഇത് മഴക്കാലം പോലും അല്ല, പക്ഷെ അത്രയും അടിപൊളിയാണ്. നോക്കി, അത്രയും പൊളിയായിട്ടുണ്ട് അല്ലേ? ക്ലൈമറ്റും അത്യാവശ്യം. സ്കൈയൊക്കെ കണ്ടില്ലേ, നീല കളറില്ല, രക്ഷയില്ല. ക്ലൈമറ്റ് ഇപ്പം അടിപൊളിയായിട്ടുണ്ട്. ഇതിപ്പം മാസം നമ്മുടെ ഏതാണിത്? ഏത് മാസമാണിത്? നവംബർ. 2020 നവംബറാണ് ഇപ്പം. കഴിഞ്ഞ കൊല്ലം റൈഡർമാനിയിലാണ് ഈ സമയത്ത്. കഴിഞ്ഞ കൊല്ലം നമ്മൾ ഗോവയിലാണ് ഈ സമയത്ത്. അതിന് തൊട്ട് മുമ്പ് ഞാൻ ഇവിടെ വയനാട് വന്നിട്ടുണ്ടായിരുന്നു. ദിസ് ഈസ് എപ്പിക് മാൻ. ഫുള്ള് ഏലന്തോട്ടും ആ മണവും അതാണ് മൂഡ്. നൈസായിട്ടുണ്ട്. അപ്പം നമ്മളിപ്പം എത്താറാവുന്നു. ബട്ട് ഫുൾ എനർജിയാണ് കേട്ടോ. അല്ലെ തളർച്ചയും ക്ഷീണങ്ങളൊന്നുമില്ല. അത് തന്നെ വലിയൊരു കാര്യമാണ്. ഫുൾ പവറിൽ തന്നെയാണ് നടക്കുന്നത്. പക്ഷേ പവറുള്ള ആൾക്കാർ മുമ്പിൽ പോയി, അവരൊന്നും കാണാനില്ലാന്നേ ഉള്ളൂ. ഞങ്ങൾ ഏറ്റവും ബാക്കിലാണ്. You sit on the seashore and you hear the waves going in and out, and you don't stop to think. It's always you. Only you see you have this marvelous capacity to transform yourself. Therefore you keep surprising us. And therefore you keep on doing it. It's
just exactly that opposite condition to what you call being alive. എന്താണ് അവസ്ഥ? ഓക്കെ, ഇത് നമ്മുടെ 3ാമത്തെ ദിവസമാണ് വയനാട്. നമ്മളിപ്പോൾ വേറൊരു സ്ഥലത്തൊക്കെ എത്തേണ്ടതാണ്, പക്ഷേ ഇവിടത്തെ തന്നെ നമ്മൾ കണ്ടു തീർത്തിട്ടില്ല. കുറേ കാണാനുണ്ട്, കുറേ കാര്യങ്ങളുണ്ട് ഇവിടെ. വയനാട് വേറൊരു സീനാണെന്ന് ഇപ്പോഴാണ് മനസ്സിലായത്. നമ്മൾ ഇങ്ങനെയൊന്നും അല്ല പ്രതീക്ഷിച്ചത് വയനാടിനെ കുറിച്ച്. ഇനി കുറച്ച് സീസൺ വയനാട് തന്നെ ആയിരിക്കും. 3 ദിവസം ഇവിടെ നിന്ന് കഴിയുമ്പോൾ ഇതുമായിട്ടങ്ങ് നമുക്ക് പക്കയായിട്ട് കയറി പൊക്കോളും. പിന്നെ കാര്യങ്ങളൊക്കെ കാട് പറയുന്ന പോലെ നാളെ പോടും. പക്ഷെ ഇതിപ്പം ചേട്ടാ, നമ്മളിത് എങ്ങോട്ടാ പോണത്? നമ്മളിത് വൈഡിലെടുക്കണോ? ഇത് കണ്ട, ഈ വെള്ളത്തിൽ കൂടെ ഈ കല്ലിലൊക്കെ ചവിട്ടി ആ മരത്തിലൊക്കെ ചവിട്ടിയാണ് നമുക്കിനി അങ്ങോട്ട് പോകേണ്ടത്. അവിടെ വേറെ ഏതോ സ്പോട്ട് ഉണ്ടെന്നാണ് പറയുന്നത്. സ്പോട്ട് കണ്ടെത്തിയുള്ളൊരു യാത്ര എന്ന് തന്നെ പറയാം. അട്ടക്കുട്ട, ആ വരവ് കണ്ടില്ലേ? വാവ്, പോടാ. ട്രക്ക് ചെയ്ത് വരുമ്പോൾ കിഡിലോസ്കി സ്പോട്ടുകളാണ് കാണുന്നത്. ഇതിനു മുമ്പ് പല ട്രക്കിങ് ചെയ്തിട്ടുണ്ട്, പല സ്ഥലങ്ങളിൽ പോയിട്ടുണ്ട്. വലിയ ട്രക്കറൊന്നും അല്ലെങ്കിൽ ചെറിയ ട്രക്കിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതുപോലൊരു റിവർ ട്രക്ക്, ഒരു റിവറിൻ്റെ ഇടയിൽ കൂടെ കുറേ കല്ലിൻ്റെ ഇടയിൽ കൂടെ നടന്നു വരുന്ന സ്കീമാണ് റിവർ ട്രക്ക്. അത് ആദ്യമായിട്ടാണ് ലൈഫിൽ ചെയ്തിരുന്നത്. ഒരു ഭയങ്കര എക്സ്പീരിയൻസ് ആയിട്ടുണ്ട്. ആൻഡ് റൈറ്റ് നൗ ഇപ്പം ഡിസംബർ നവംബർ ആ സമയത്തൊക്കെ ഇതിന് മാർച്ച് വരെ കുഴപ്പമുണ്ടാവില്ല റിവർ ട്രക്ക് ചെയ്യാൻ. പിന്നെ അത് കഴിഞ്ഞാൽ ഈ പോണ സാധനമൊക്കെ മറ്റേ വെള്ളച്ചാട്ടത്തിൻ്റെ ഒപ്പം പോണ സാധനങ്ങളാണ് അതൊക്കെ. അപ്പം ഇത് ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ റിവർ ട്രക്ക് ചെയ്യാൻ ആഗ്രഹമുള്ള ആൾക്കാരാണെങ്കിൽ ഇവിടെ എന്തായാലും വരണം. അതിന് പറ്റിയ സ്പോട്ടാണ്. ഇവിടെ എല്ലാം ഉണ്ട്. എന്നാൽ ഈ റിവർ ട്രക്ക് എല്ലായിടത്തും കണ്ടുവരാത്തൊരു ട്രക്കാണ്. അത് നല്ലൊരു വൈബാണ്. കാരണം ഇതുവഴി നടക്കുക, ഇവിടുന്ന് വെള്ളം കുടിക്കുക, ഫുഡ് കഴിക്കുക, എന്നിട്ട് തിരിച്ച് നമ്മുടെ റൂമിൽ പോവുക. ഇതെല്ലാം ഒരു പ്രോപ്പർട്ടിയുടെ ഉള്ളിൽ തന്നെ. ഇത് നമ്മുടെ ഈ റിസോർട്ട്, ഈ ക്യാമ്പ് സ്റ്റേ അല്ലെങ്കിൽ ഹോം സ്റ്റേ, അത് ഒരു 13 ഏക്കറല്ലേ? 13 ഏക്കർ ഉണ്ട്. 13 ഏക്കറിൻ്റെ ഉള്ളിലാണ് നമ്മൾ ഇന്നലെ കണ്ട മറ്റേ നമ്മുടെ വാട്ടർഫോൾസ്, അതേപോലെ തന്നെ നമ്മുടെ റിവർ ട്രക്ക്. ഇനി ഇവിടെ കുറേ സ്ഥലങ്ങളുണ്ടെന്നാണ് പറയുന്നത്. വരുന്നവരൊരു 3 ദിവസമെങ്കിലും മിനിമം വേണ്ടി വരുമെന്ന് തോന്നുന്നു. നമ്മളിപ്പോൾ 3 ദിവസമായി. 3 ദിവസമായിട്ടൊന്നും കഴിഞ്ഞിട്ടില്ല. പക്ഷേ കുറച്ചും കൂടെ ആരോഗ്യവും കുറച്ചും കൂടെ നമ്മളെക്കാളും കരുത്തും കുറച്ചും കൂടെ സ്റ്റാമിനയുള്ള ആൾക്കാർക്കാണെങ്കിൽ 2 ദിവസം മതിയാവുമെന്ന് തോന്നുന്നു. അങ്ങനത്തെ വൈബിൽ വരികയാണ്. അതായത് നമ്മൾ എൻജോയ് ചെയ്ത് വരികയാണെങ്കിൽ 3 ദിവസം വേണമെന്നാണ് എനിക്കിപ്പോൾ ഫീൽ ചെയ്തത്. കാരണം അത്രയ്ക്ക് ഉണ്ട് കേട്ടോ ഇവിടെ വന്നിട്ട് ഇതൊന്നും കാണാതെ നിങ്ങൾ ഒരിക്കലും പോകും.
അങ്ങനെ കുറേ നല്ല ഓർമ്മകളും നല്ലൊരു കിടിലൻ സ്റ്റേ ആയിരുന്നു കേട്ടോ അവിടെ. അതൊക്കെ ആയിട്ട് നമ്മൾ തിരിച്ച് അടുത്തൊരു ലൊക്കേഷനിലേക്ക് പോവാണ്. ഇവിടെ നമ്മളിപ്പോൾ 3 ദിവസം നിന്ന്, മൂന്നാമത്തെ ദിവസമാണ്. ആൻഡ് വി ആർ ഹെഡിങ് ബാക്ക് ടു അനദർ ലൊക്കേഷൻ. അത് അടുത്ത വ്ളോഗായിട്ട് ഇടാനാണ് പ്ലാൻ. ഇനി ഇങ്ങോട്ട് വന്നപ്പോൾ കാണിക്കാൻ പറ്റാത്ത ഒരു ജീപ്പ് ജേണി ഉണ്ട്. അതായിരിക്കും ഇനി നിങ്ങൾ അങ്ങോട്ട് കാണിക്കാൻ പോകുന്നത്. ജീപ്പിൽ പോകണ്ടേ മച്ചാനെ? ഇല്ല, ഞാൻ ജീപ്പിൽ വരാമെന്ന് കരുതി. ഞാൻ ഇവിടുന്ന് അപ്പുറത്ത് 900 കണ്ടിയിലേക്കാണ് നമ്മളിപ്പോൾ പോകാൻ പോകുന്നത്. 900 കണ്ടിയിലേക്ക് വേണമെങ്കിൽ നടന്ന് പോവാം, ഒരു 3 മണിക്കൂർ എടുക്കും. പക്ഷേ ജീപ്പിൽ പോകാൻ കരുതി. ഇവർക്ക് നടക്കാൻ മൂടില്ല എന്നുണ്ട്, അപ്പോൾ നമുക്ക് ജീപ്പിൽ നീങ്ങാൻ കരുതി. എന്റെ വീഡിയോയിലുണ്ടല്ലോ നിന്റെ നടത്തം, അതിൽ കാണാൻ പറ്റും. നിറങ്ങളെ പറയുമോ ഓമല നിറയുമോ നെഞ്ചിലേ കാവലേ കൈയിലേ ഓരോരോ മണ്ണിലെ മോഹം ഏതേതോ വിണ്ണിലെ താരം കണ്ണീരണിഞ്ഞ നീയും വരാത്തേ ആരാരോ പാറുന്നു ദൂരെ ആലോലം പായുന്നു നീലെ എന്തെന്തേ എന്നെ കണ്ടില്ല നീയേ ഒരേ നിനവുമാ ഒരേ സോ ഗൈസ്, നമ്മളിപ്പം ആദ്യം താമസിച്ച ജംഗിൾ ക്ലബ് അഡ്വഞ്ചർ അരണമല ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ നമ്മൾ ട്രിപ്പ് കൂടെ അവസാനിച്ചിട്ടില്ല. വയനാട് ഇപ്പൊ 3 ദിവസം, വയനാട് ഒരുപാട് കാര്യങ്ങൾ കാണാനുണ്ട്. 30 ഡേയ്സ് അറ്റ് വയനാട് എന്നുള്ളൊരു പ്രോഗ്രാമിലാണ് ഇപ്പോൾ നമ്മൾ. 30 ദിവസത്തേക്ക് നമ്മൾ വയനാട് ഉണ്ടാവും. അപ്പൊ ഇവിടുന്ന് നമ്മൾ അടുത്തൊരു സ്പോട്ടിലേക്ക് പോവാണ്. അടുത്ത സ്പോട്ടൊക്കെ നമ്മൾ അടുത്ത പറയാം. കാരണം ജസ്റ്റ് ഒരു 3 ദിവസത്തേക്കായിട്ട് ഇവിടെ വന്നതാണ്. ഇതിനകത്ത് കയറിയപ്പോഴാണ് വയനാട് ഇതൊന്നും അല്ല, ഇത് കളി വേറെയാണെന്ന് മനസ്സിലായത്. അപ്പം this vlog ഇവിടെ അവസാനിക്കുകയാണ്. This is Yasin Mohammed and Vicky Tak signing off. എന്താണ് ആസിഫേ പറഞ്ഞോ? സൈനിങ് ഓഫ് ബൈ ഷാഹിദ് ഷാ ഇബ്രാഹിം. ഡു ഫോളോ എല്ലാവരും. ബൈ ബൈ.